മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി 24/7 പ്രശ്നപരിഹാര അദാലത്ത് അല്ലേ, അതുപോലെ ഒരു സംഭവം. ചേച്ചി ഇവിടുത്തെ ഒരു കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ കാര്യം പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് ആ പരിപാടിയുടെ ഹെഡിങ് പേര് അല്ലേ. മുഖ്യമന്ത്രി എന്നോടൊപ്പം. അപ്പോൾ സിനോജിക്കൊപ്പം ആവാം, നമ്മളുടെ ക്യാമറ നോക്കുന്ന പ്രശാന്തിനോടൊപ്പം ആവാം, ആരോടൊപ്പം, പക്ഷെ എന്നോടൊപ്പം. വലിയ ഇതാണ്. LDF വരും, എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു മുദ്രാവാക്യം പോലെ പുതിയ ഇലക്ഷന് വേണ്ടി കോയിൻ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം. അതെ. അപ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ 62-ാം വാർഡിലെ കൗൺസിലർ കൂടിയായ പത്മജ എസ് മേനോൻ ഒരാവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ ഈ നമ്പറിലേക്ക് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഓഫീസിൽ അവരെടുത്ത് കാണും, മറുപടി പറഞ്ഞു. എന്താ ചേച്ചിയല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് അറിഞ്ഞ മുതൽ ഞാൻ ചാനലുകളൊക്കെ മാറ്റി വെച്ചു. ഒറ്റ ചാനലും ഇത് കാണിക്കുന്നില്ല. ഇത് കൈരളിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു നല്ല സ്വഭാവം ചീത്ത സ്വഭാവം ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈരളി വയ്ക്കും. കാരണം നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ തമാശ തോന്നാനും, അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മറ്റു കണ്ണിക്കൂടെ കാണണമല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ. അപ്പോഴാണ് ഇതിങ്ങനെ പറയുന്നത്, മുഖ്യമന്ത്രി എന്നോടൊപ്പം ഈ നമ്പറിൽ വിളിക്കും. ഉടനെ ഞാൻ നമ്പർ നോട്ട് ചെയ്തു, എൻ്റെ മോനെയും വിളിച്ചു. അപ്പോൾ അതിന് കുറേ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്ന ഇത് കാണിക്കുന്നുണ്ട്, കോൾ റൂം ഫെസിലിറ്റി കാണിക്കുന്നുണ്ട്, ഒക്കെ കാണിക്കുന്നത്. വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് 4 ഫോണുണ്ട്. 4 ഫോണിനും കട എന്താണ്, മുഖ്യമന്ത്രിയുടെ അതേ സ്വഭാവത്തിലാണ് മറുപടി വരുന്നത്. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്, കടക്കൂ പുറത്ത് പ്രതികരിക്കുന്നില്ല, ഇന്ന് സമയം കഴിഞ്ഞു. ഇപ്പോൾ പ്രസ് കോൺഫറൻസിന് നമ്മൾ കാണാനുള്ള സമയം കഴിഞ്ഞു നമ്മൾ ഞങ്ങൾ എണീറ്റ് പോകും. ഒന്നെങ്കിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത്. രണ്ടും മുഖ്യമന്ത്രിയുടെ സ്വഭാവം തന്നെ. വിട്ടില്ല, മോനിറങ്ങി. രാവിലെ 3:30 മണിക്ക് ഒരു അശ്വതി കുട്ടി ഫോൺ എടുത്തു. രാവിലെ പുലർച്ചെ എടുത്ത് നല്ല ഉറക്കമൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറാണ്. ഏത് ജില്ലയുടെ കൗൺസിലറാണ്, ഏത് ഡിസ്ട്രിക്റ്റിൻ്റെ കൗൺസിലർ? ഡിസ്ട്രിക്റ്റ് അല്ല മോളെ, കോർപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എത്ര വിവരമുള്ള കുട്ടികളാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇവിടുത്തെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെടണം, CSR ഫണ്ടുകളൊന്നും നടക്കുന്നില്ല, ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു എന്ന്. അപ്പോൾ ആ 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കും. ആര് വിളിക്കും? മുഖ്യമന്ത്രി വിളിക്കുമോ? മുഖ്യമന്ത്രിയാണല്ലോ എന്നോടൊപ്പം, അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളോടൊപ്പം അല്ലാതെ അങ്ങനെയല്ല ആ ക്യാമ്പയിൻ പോകുന്നത്. അത് അറിയില്ല. അതാരെങ്കിലും വിളിക്കും. ഒരു 48 മണിക്കൂർ കഴിഞ്ഞു, കോള് വന്നില്ല. അടുത്ത 48 മണിക്കൂർ കഴിഞ്ഞു, കോള് വന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ അടുത്ത 48 മണിക്കൂറും കഴിഞ്ഞു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അവ എന്ന് പറഞ്ഞൊരു വലിയ ബാൻഡുണ്ട്. അവരുടെ ഒരു വലിയ നല്ല പാട്ടുണ്ട്, റിങ് റിങ് വൈ ഡോണ്ട് യു ഗീവ് മീ എ കോൾ, റിങ് റിങ് ദ ഹാപ്പിയസ്റ്റ് സൗണ്ട് ഓഫ് ദ ഓൾ. കാരണം ഒരു കാമുകനും തമ്മിലുള്ളതാണ്. ഫോൺ അടിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഒരു ശബ്ദമെന്നും എനിക്ക് എന്താണ് വിളിക്കാത്തതെന്നും ഒക്കെയാണ് ഉള്ളത്. അതുപോലെ ഞാൻ ഈ ഫോൺ അടുത്ത് തന്നെ തുറന്ന് വെച്ച് രാത്രി കിടക്കുമ്പോൾ പോലും എൻ്റെ ഇതിൽ പ്ലഗ് ചെയ്തൊക്കെ കിടക്കാണ്. റിങ് റിങ് why don't you give me a call, ring ring the happiest sound of the all. വന്നില്ല. മുഖ്യമന്ത്രി എന്നോടൊപ്പമല്ല, മുഖ്യമന്ത്രി BJP-കാരിയായ ഒരു കൗൺസിലറോടൊപ്പമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് സമേശ് എന്നയ്യെ പോലെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഈ ചാനലിൽ വന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി CPM-കാർക്കൊപ്പം. CPM-കാരാണ് നോക്കിയിട്ടുണ്ടാവും. ഡിവിഷൻ 62 കൗൺസിലർ BJP-കാരിയാണ്, വേണ്ട. അവർ തരുന്ന പൈസയല്ല സിനുജി, CSR ഫണ്ടുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 48 മണിക്കൂറിനുള്ളിൽ വിളിക്കുന്നു, ഇതുവരെ കോൾ വന്നിട്ടില്ല. ഒരു കൗൺസിലറോട് ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരായ മറിയക്കുട്ടി ചേട്ടത്തിയോടോ അല്ലെങ്കിൽ അയ്യപ്പേട്ടനോടോ ഒക്കെ എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുക? ഇതൊരു ഇലക്ഷൻ്റെ സമയത്ത് അവർ ഓരോരോ നല്ല വാക്കുകൾ കൊണ്ടുവരും. അതുപോലെ കൊണ്ടുവന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നമ്മളോടൊപ്പം നിൽക്കാൻ എവിടെയാ സമയം? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രണ്ടർത്ഥത്തിലും നിലനിർത്താനുള്ള ഒരു വെപ്രാളത്തിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശാരീരികപരമായും ആരോഗ്യപരമായും അതുപോലെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും നിലനിർത്താനുള്ള ഒരു വെപ്രാളത്തിലും ത്വരയിലേക്ക് ഇരിക്കുമ്പോൾ ഇത്രയും 3 കോടിയിലധികം ജനസംഖ്യയുള്ള കേരളത്തിലെ ആൾക്കാരുടെ പ്രശ്നം നോക്കാൻ അദ്ദേഹത്തിന് എവിടെയാണ് സമയം? 24/7 അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമോ? ഞാനിരുന്നു. ഒരു ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ 3:30 മണി വരെ കുത്തിയിരുന്നു. ഇത് സത്യമാണോ എന്നറിയാൻ. പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പം നടക്കാൻ പറ്റാത്ത, ഒരിക്കലും നടക്കില്ലാത്ത ഒരു കാര്യത്തിന് ഒരു പ്രചാരണം ഉണ്ടാക്കി പാവം കുട്ടിയാർത്തിമാരപ്പം അയ്യപ്പൻ ചേട്ടനും ഒക്കെ രാവിലെ 4 മണിക്കും 2 മണിക്കും ഒക്കെ പാതിരാവ് എടുക്കും. ഏതെങ്കിലും ഒരു അശ്വതി കുട്ടിയോ ഒരു ജോസൂട്ടനോ ഒരു നൗഫലോ ആരെങ്കിലും ഫോൺ എടുക്കും. ഇപ്പം തിരിച്ച് വിളിക്കുന്നതിന് സന്തോഷമായിട്ട് ഫോണും അടുത്ത് വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങും. ആ കോൾ ഒരിക്കലും വരില്ല.
വൈ ഡോണ്ട് യു ഗീവ് മി എ കോൾ എന്നും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും ഇലക്ഷൻ വരും. ഇവരുടെ പരിചാരക വൃന്ദങ്ങൾ ബ്രോഷറും അതും ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങും. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ഞാനിപ്പോൾ അറിഞ്ഞൊരു കാര്യം, ഒരു കോർപ്പറേഷനിലെ പേര് പറയുന്നില്ല, എനിക്ക് സത്യമാണോ എന്നറിയില്ല, അതുകൊണ്ടാണ് 50 ലക്ഷം രൂപ ചിലവാക്കി ഒരു പുസ്തകം ഇറക്കാൻ പോകുന്നു എന്ന്, ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് പൊതു ഖജനാവിൽ നിന്നും വരുന്ന രൂപയാണ്. ഈ മേയറുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും കാശല്ല, CSR ഫണ്ടല്ല. ഇപ്പോൾ തന്നെ നമ്മളുടെ റോഡുകൾ അടിക്കാൻ ആൾക്കാരില്ല, അതിന് ഒന്നിനും സൗകര്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരം ഒരു മഴയത്ത് കയറിയത് കണ്ടില്ലേ? അമിത്ഷാജിയുടെ ഫണ്ടിൽ നിന്നാണ് ആ പൈസ വന്നത്. അതിൻ്റെ റോഡ് റീകൺസ്ട്രക്ട് ചെയ്യാനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് അമിത്ഷാജിയാണ് ഫണ്ട് അയച്ചു കൊടുത്തത്. ഇന്ന് ഞാൻ വായിച്ചു, ഒരു ഗോ കൊച്ചി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ലേഡി പറഞ്ഞിരിക്കുകയാണ്, ചെല്ലാനത്ത് എപ്പോഴും വെള്ളക്കെട്ടാണല്ലോ, എപ്പോഴും ഞാൻ അവിടെ പോകുന്ന സ്ഥലമാണ്. ഈ പുലിമുട്ട് അത് ഇതൊക്കെ ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ചെയ്തിരിക്കുന്നു. എടുത്തെടുത്ത് പറയുകയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന്. നമുക്കറിയില്ലേ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് വന്ന ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലേ? നമുക്കെന്ന് പറഞ്ഞാൽ ചേച്ചിയപ്പോഴുള്ളവർക്കല്ലേ അറിയാം, സാധാരണക്കാർക്ക് അറിയോ? അവരെ തെറ്റിദ്ധരിപ്പി എളുപ്പമാവില്ലേ? അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ഈ കാശ് മുഴുവൻ ഇവരടുത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ കടക്കണിയിലേക്ക് നമ്മൾ പോകുന്നു? എത്ര ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും 2-3 ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് കേരളത്തിൽ ജനിച്ചു വീഴുന്നത്. സിനുജി, നമ്മളൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ പെരുപ്പിച്ച് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ സോപ്പിൻ്റെ കുമിളുണ്ടാക്കി ഒരു വലിയ ലെവലെത്തി കഴിയുമ്പോഴേക്കും അത് പൊട്ടിപ്പോകും. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊതി വിടും അല്ലേ, അത് കുറച്ച് നേരം ഇങ്ങനെ ഏറി നിൽക്കും, ഹായ് ഹായ് നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും അത് പൊട്ടിപ്പോകും. ആ ഒരു അവസ്ഥയിലാണ് കേരളം. എന്നും നമ്മൾ പൊട്ടി വീഴുന്ന നമ്മൾ ആലോചിച്ചാൽ മതി. ആൾക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ല. അമേരിക്കയിലെ കാര്യം കണ്ടില്ലേ, 7 ലക്ഷം പേർക്കോളം പൈസയില്ല, ശമ്പളമില്ല കൊടുക്കാൻ. ഗവൺമെൻറ് ഓഫീസേഴ്സിന് കൊടുക്കാൻ ശമ്പളമില്ല. ആ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കടം മേടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ കൊടുക്കണം? ആരെങ്കിലും ഫ്രീ ആയിട്ട് SFIക്കാർ കുട്ടികളായിരിക്കും അവിടെ വന്നിരിക്കുന്നത്, പക്ഷേ അവർക്കാണെങ്കിൽ പോലും കാപ്പിയും ചായയും കൊടുക്കണ്ടേ? അതിനിടയിൽ കൂടെ അവരെന്തിനാണ് ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങനെ ഒരു നടക്കാത്തൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്? സിനോജി വിശ്വസിക്കൂല, പക്ഷെ സിനോജിയുടെ പാവപ്പെട്ട അമ്മ വിശ്വസിച്ചു എന്ന് വരും. പാവപ്പെട്ടതെന്ന് അങ്ങനെയല്ല, നല്ല മനസ്സുള്ള ആളുകൾ വിചാരിച്ചു വരും. എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും 10,000 രൂപ വെള്ളപ്പൊക്കത്തിൻ്റെ കൊടുത്തിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. ഈ ഇടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു, ആ വെള്ളപ്പൊക്ക സമയത്ത് ഇവർ കാണിച്ചൊരു ഡ്രാമയുണ്ടല്ലോ DYFIക്കാരൊക്കെ കൂടെ, ആ ഒരു ബലത്തിലാണ്, നല്ല കേപ്പബിൾ ഗവൺമെൻറ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ അടുത്ത ഇതിലേക്ക് അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ഇത്തവണ വെള്ളപ്പൊക്കവും വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. സിനുജി, ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് ഹാലിളകുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് രൂപയെ വയനാട്ടിലേക്ക് കൊടുത്തുള്ളൂ. ആസാമിന് 1000 കോടി രൂപ കൊടുത്തപ്പോൾ നമുക്ക് 200 കോടി രൂപയൊക്കെ വന്നിട്ടുള്ളൂ. കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കണക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ക് കൊടുക്കാണ്ട് 5 പൈസ വരില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. കോവിഡിൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് മരണത്തിൻ്റെ സംഖ്യ കൊടുക്കാൻ നമ്പർ 1 കേരളമായിട്ട് നിന്നു. പിന്നെ നമ്മൾ കണക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്പർ 1 ആയി ഡെത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് പൈസ വന്നു. ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസയ്ക്ക് ഓരോന്നിനും കണക്കുണ്ട്, നിങ്ങൾ കണക്ക് തരൂ, അപ്പോൾ നമ്മൾ ചെയ്യാം. ഊരാളുങ്കൽ സൊസൈറ്റി 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന വീട് ഓരോ സന്നദ്ധ സംഘടനകൾ അതിനേക്കാൾ മെച്ചമായ വീടുകൾ 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ചെയ്യുന്നു. അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റി ബാക്കി തുക എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ തന്നെ അയ്യപ്പൻ സ്വാമിയുടെ TV തുറന്ന ഇപ്പോൾ മുഴുവൻ ആ ചെമ്പും സ്വർണവും ഒക്കെ കൂടെ ഒരു ഉണ്ണികൃഷ്ണൻ തിരുമേനി എല്ലാവരും കൂടെ കിടന്ന് ഏത് ചാനൽ തുറന്നാലും. ഇപ്പം നമ്മളുടെ ശബരിമലയിൽ ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞു 5 പൈസ ഖജനാവിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ 3 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. 3 കോടി രൂപ. ഇനി അത് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്. ഇനി ആര് തിരിച്ചു കൊടുക്കാൻ, ആര് കൊടുക്കാനാ? അവിടെ ഇരുന്നത് മുഴുവൻ ദേവസ്വം ജീവനക്കാരല്ലേ. അവരുടെ മുഖഭാവവും അവരുടെ വേഷവിധാനവും കണ്ടാൽ തന്നെ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ ആളല്ല. അങ്ങനെ ആരും മോശമായിട്ട് കാണരുത്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രൗഢിയിൽ വരുന്ന ആൾക്കാരെയും സാധാരണ അവിടെയുള്ള ജീവനക്കാരെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഒരു 500 രൂപ പോലും അയ്യപ്പസ്വാമിക്ക് കാണിക്കയിടാനായിട്ട് 2 വട്ടം ആലോചിക്കേണ്ട ഗവൺമെൻറ് ഓഫീസേഴ്സാണ് അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നത്.
അതിനാണ് 3 കോടി മുതൽ അവർ വില പേശി 1 കോടി 1 ലക്ഷം വരെ ആക്കിയത്. അപ്പോൾ എൻ്റെ സിനൂജി ഇവിടെ ഒരു മായാജാല ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതിനെനിക്ക് സിനൂജി കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ റിങ് റിങ് വൈ ഡോണ്ട് യു ഗിവ് മി എ കോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ചുമന്ന പൂക്കൾ കൊണ്ടുവരരുതെന്ന്. ചുമന്ന പൂക്കളുള്ള വീത്ത് കൊണ്ടുവരുന്നു. എൻ്റെ കരയോഗത്തിൽ ഞാൻ നമ്മൾ ചുമന്ന പട്ടല്ലേ ഇടുക, ആ ചുമന്ന പട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് പട്ടൊക്കെ ഞാൻ റെഡിയാക്കി. അതുപോട്ടെ, ഇന്നലെ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ ആദരവ് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തു. ലാൽ സലാം. എന്താ ഇതിനർത്ഥം? ലാൽ സലാം എന്ന് പറഞ്ഞാൽ റെഡ് സല്യൂട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മോഹൻലാൽ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ലാൽ സലാം എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കേരളമല്ലേ അദ്ദേഹത്തിന് ആദരവ് കൊടുത്തത്? CPM-കാരാണോ കൊടുത്തത്? കുഡിന്റ് കോയിൻ എ ബെറ്റർ വേർഡ് ലാൽ സലാം എന്നല്ലാണ്ട്? ഇതിങ്ങനെ എല്ലാം ഒരു ഇതിലേക്ക് ഒതുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. CPM-ൻ്റെ എല്ലാ സങ്കുചിത മനസ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്. സിനൂജി കണ്ടോന്നറിയില്ല കേട്ടോ. പാവം കോടിയേരി ബാലകൃഷ്ണൻ്റെ ആത്മാവ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. എവിടെയാണെങ്കിലും അദ്ദേഹം, അവർ സ്വർഗത്തിൽ നിലവിലത്തൊന്നും വിശ്വസിക്കുന്നില്ല, തുച്ചങ്കൂലായിരിക്കും, അവിടെ കിടന്ന് പിടയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലി നടക്കുകയാണ്. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കോടിയേരി ബാലകൃഷ്ണന്. അദ്ദേഹം പാലസ്തീനെ കുറിച്ച് പറഞ്ഞു, റഫയെക്കുറിച്ച് പറഞ്ഞു, ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരക്ഷരം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്മരിക്കപ്പെടേണ്ട വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ്, ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനമാണോ, ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ജി എന്ന് പറഞ്ഞാൽ പ്രശ്നം ജിക്ക് വേണ്ടി നടത്തിയ സമ്മേളനമാവുമോ എന്ന് സംശയം തോന്നിപ്പോവും. ഇവരെന്തിനാണ് ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്തുന്നത്? അതിനിടയ്ക്ക് കേരളം സംസ്ഥാനമാണോ ഒരു രാജ്യമാണോ? കേരളം ഒരു സംസ്ഥാനമാണ്. ആണോ? എത്ര വലിപ്പമുണ്ട്? ഒരു പാവയ്ക്കാട് അത്ര എത്ര പേരുണ്ട്? ഒരു 3.5 കോടി ജനങ്ങളുണ്ടോ? ഉണ്ടല്ലോ. അപ്പം 3.5 കോടിയിൽ എനിക്ക് 1 കോടിയൊക്കെ അന്യദേശ തൊഴിലാളികളായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയി. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ കൂട്ടാം. സിനൂജി പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് പ്ലസ് മാർക്ക് തരുന്നു. ഇവർ പറയാണ് കേരളം സപ്പോർട്ട് ചെയ്യും പാലസ്തീനെ. ആര് എവിടെ സപ്പോർട്ട് ചെയ്യും? UN നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ കേരളത്തിന്? ഏതെങ്കിലും അന്താരാഷ്ട്ര സമിതികളിൽ കേരളത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ? ചുമ്മാ അങ്ങോട്ട് ഗ്യാസ് തള്ളുകയാണ്. കേരളം സപ്പോർട്ട് ചെയ്യും പാലസ്തീനെ, ഞങ്ങളുടെ എല്ലാ പിന്തുണയുമുണ്ട്. 5 പൈസ കൊടുക്കാനുള്ള കാശ് ബാലഗോപാലിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. കടത്തിൽ ആണ് കിടക്കുകയാണ്. നമ്മൾ ഇന്ത്യ അയച്ചു കൊടുത്തു എത്രയോ കോടി രൂപയുടെ ഭക്ഷ്യ സാധനങ്ങൾ, 15 ടണ്ണോ അങ്ങനെ എന്തോ, പിന്നെ രൂപയൊക്കെ കൊടുത്തു. ഇതുപോലെ കേരളത്തിന് പറയാൻ ചമ്മലാവില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാലസ്തീൻ്റെ ഇന്ത്യയിലെ അംബാസഡറിനെ ക്ഷണിച്ചു വരുത്തുന്നു തിരുവനന്തപുരത്തേക്ക്. അദ്ദേഹം കോഴിക്കോട്ടൊരു സെമിനാറിൽ പങ്കെടുക്കുന്നു. കേരളത്തിനൊരു രാജ്യമായിട്ട് പാലസ്തീൻ പ്രഖ്യാപിക്കുന്നു. നമ്മൾ തിരിച്ച് പാലസ്തീനെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. സിനൂജി കോമിക്കോള കണ്ടിരുന്നോ? പണ്ട് കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പം നമുക്കൊരു റിലാക്സേഷൻ അല്ലേ? ഞാൻ പഴയതൊക്കെ വെച്ച് കാണാറുണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് തമാശ വേണം, ടെൻഷൻ സഹിക്കാൻ വയ്യാന്നൊക്കെ തോന്നുമ്പോൾ ഞാനിപ്പോൾ കൈരളി ചാനൽ വെക്കും. പക്ഷേ തമാശയ്ക്ക് അപ്പുറത്തേക്ക് ഗൗരവമായ ഒരു കാര്യമുണ്ട്. കാരണം ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പറയുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് LDF. ഇവിടെ എവിടെയാണ് ജൂതന് വോട്ടുള്ളത്? ഇവിടെ എവിടെയാണ് ജൂതനുള്ളത്? അപ്പോൾ കേരളത്തിൽ ജൂതൻ ഇല്ല എങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്താൽ വോട്ട് കിട്ടുമെന്ന് ഇത്ര നന്നായിട്ട് അറിയാവുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. അവരതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് താങ്കൾ സംസാരിക്കുന്നത് ഭാരതീയനായി ജീവിക്കുന്ന മുസ്ലിംസിനെ കുറിച്ചല്ല. എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കേരളത്തിലുള്ളൊരു ഭാരതീയർ തന്നെയാണല്ലോ. എനിക്ക് ധാരാളം മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, എല്ലാ ഇതിൽപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്നോട് ഈ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പിന് പോയിരുന്നു. ഞങ്ങളുടെ 33ാമത്തെ വിവാഹ വാർഷികം. ഞങ്ങൾ ഒരു 23 ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയിരുന്നപ്പോൾ ഈ പറയുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലൊരു ലേഡി, എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ആയില്ലല്ലോ ഇലക്ഷൻ. അപ്പോൾ ഈ ബുദ്ധിപൂർവം ചിന്തിക്കുന്ന ഓരോ ന്യൂനപക്ഷം മതവിഭാഗത്തിൽപ്പെട്ടവരും BJPയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു. കാരണം BJPയിൽ മാത്രമേ പ്രീണനമില്ലാത്തതുള്ളൂ. മറ്റേത് അവർക്കൊക്കെ അറിയാം. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരുമിച്ച് നിന്നിരുന്ന് 37 കൊല്ലമായി ഞങ്ങൾ റോട്ടറി ക്ലബ്ബിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇലക്ഷൻ ക്യാമ്പയിൻ വരുമ്പോൾ അവരെൻ്റെ കൂടൊപ്പം വരാറുണ്ട്.
2 വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളും എന്നോടൊപ്പം വരാറുണ്ട്. അങ്ങനെ വിവരമുള്ള ആളുകൾ, ഭാരതീയനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് അസംബ്ലിയിൽ ചൊല്ലി പറഞ്ഞ് മനസ്സിൽ ഉറച്ചു പോയ ധാരാളം ന്യൂനപക്ഷങ്ങളുണ്ട്. ലെറ്റ് us നോട്ട് ടോക്ക് അബൌട്ട് അതർ പീപ്പിൾ. ഞാൻ പറയുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം വഴി ഈ മതങ്ങളിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണ പോലെ നമ്മളെപ്പോലെ സ്കൂളിലൊക്കെ പഠിച്ച്, നമ്മളെപ്പോലെ കോളേജിൽ പഠിച്ച്, നമ്മളെപ്പോലെ ഒരേ സമൂഹത്തിൽ താമസിക്കുന്ന അഭ്യസ്തവിദ്യരായ എല്ലാ മതസ്ഥരും ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നുള്ള പരിപാടിയൊക്കെ കൺകെട്ട് വിദ്യകളൊക്കെ തുടങ്ങേണ്ടി വന്നത്. മുസ്ലിം വോട്ടാവട്ടെ, ക്രിസ്ത്യൻ വോട്ടാവട്ടെ. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പല ക്രിസ്ത്യൻ മത മേധാവികളും BJPയിൽ മിസ് കോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മുസ്ലിംസ് ധാരാളം പേർ ഇലക്ഷൻ ക്യാമ്പയിൻ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ടു സേ ദാറ്റ്. ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. സിനുജി മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ സിനുജി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതയായതാണ്. നോ, the scene has changed in Kerala. The people have started seeing through the gimmicks of CPM and Congress. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പോൾ വയനാട് പോയില്ലേ നമ്മുടെ ഗണ്ഡി കുടുംബം, എന്നിട്ട് എന്താ നടന്നേ? അവിടെ നടന്നിരുന്ന SNDPയുടെ യോഗത്തിൽ അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ശ്ലോകം പകുതി വഴി നിർത്തിയിട്ട് അമ്മയും മക്കളും കൂടെ ചാടിക്കയറി. ആ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ഗുരുദേവനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാണ്ട് ഇറങ്ങിപ്പോയി. They felt so insulted. അവരത് പറയുകയും ചെയ്തു, ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് വന്നത്? ഒരു നാട് കാണാനോ? അമ്മയും മക്കളും കൂടെ നാട് കാണാൻ ഇറങ്ങിയതാണോ? അപ്പം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമുക്ക് തോന്നും, ഓ ഗണ്ഡി കുടുംബത്തിൽ നിന്നല്ലേ നമുക്ക് തോന്നും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗണ്ഡികൾ വേണ്ട, നമ്മുടെ നാട്ടുകാർ മതി, നമ്മളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അറിയുന്ന ആളുകൾ മതിയെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും. ശരിയല്ലേ? ഇങ്ങനെ ഇവർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നു? ഗുരുദേവൻ എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വം, ഒരു പ്രഭയാണ്, ഒരു തേജസ്സാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട് ഗണ്ഡികൾക്ക് മാത്രമല്ലേ കഴിയുള്ളൂ? കേരളത്തിൽ ജനിച്ചു വളർന്ന പൈതൃകമുള്ള ആർക്കും കഴിയാത്തൊരു കാര്യം ചെയ്തിട്ട് അതേ ലോല മനസ്സോടുകൂടെ അമ്മയും മക്കളും അവിടെ നിന്ന് പോയില്ലേ? നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് ഇതൊന്നുമല്ല. നാടകം രശിയിലിട്ട് കഴിയുമ്പോൾ 2 മണിക്കൂറിൽ അവസാനിക്കും അല്ലേ? പിന്നെ വേദിയിൽ ഇല്ല അല്ലേ? നമുക്കതൊക്കെ മനസ്സിലാവും. നമ്മൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. മഹാ അന്തപ്രേരണ എന്ന് പറയുകയാണെങ്കിൽ ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആൾക്കും പോലും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുന്ന ഒരു ഭരണമാണ് BJP NDA ഗവൺമെൻറ് ചെയ്യുന്നത്. അവർ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു നടക്കുമ്പോൾ നമ്മൾ വി നെവർ ആസ്ക് നിങ്ങൾ BJP മെമ്പറാണോ? ചോദിക്കുകയില്ല. നിങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണോ? നോ, ഒരു പേപ്പറിൽ അതില്ല. പക്ഷെ CPMകാരെന്താ ചെയ്യുന്നത്? CPM അനുഭാവിയാണോ എന്ന് ചോദിച്ചിട്ടില്ല അവർ കൊടുക്കുന്നുള്ളൂ. ഈ PMAY യോജനകൾ, പ്രധാനമന്ത്രി ആവാസ് യോജനകൾ വരെ അവരുടെ അനുഭാവികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. എത്ര ഫോൺ കോളാണ് എനിക്ക് വരുന്നത്, ചേച്ചി ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അവർ വിചാരിക്കുന്നു നമ്മൾ BJP അനുഭാവിയാണെന്ന്. 5000 പേരെയാണ് BPL കാർഡിൽ നിന്ന് വെട്ടിയത്, CPM പെടാത്ത ആൾക്കാരായതുകൊണ്ട്. ഇതൊക്കെ ആരാണ് ഇവിടെ ചോദിക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രി എന്നോടൊപ്പം പ്ലീസ് മുഖ്യമന്ത്രി ഗീവ് മീ എ കോൾ, ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ കോൾ ഫോർ ദ ലാസ്റ്റ് 2 ടൈംസ് കഴിഞ്ഞു, 48 hours കഴിഞ്ഞിട്ട്. ഇനി എന്നെ ഒന്ന് വിളിക്കൂ പ്ലീസ്. ഒരു കൗൺസിലറോട് താങ്കൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരോട് എന്തായിരിക്കും? അപ്പോൾ അബ്ബയുടെ ആ പാട്ട് പോലെ പ്ലീസ് ഗീവ് മീ എ കോൾ, വൈ ഡോണ്ട് യു ഗീവ് മീ എ കോൾ? താങ്കളോ ഓഫീസേഴ്സ് ആരെങ്കിലും നാളെയെങ്കിലും വിളിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.